അച്ഛൻ സുകുമാരന്റെ ഡെഡ് ബോഡിയുമായി ആംബുലൻസിലിരുന്ന് താൻ ചിന്തിച്ച കാര്യത്തെക്കുറിച്ച് പൃഥ്വിരാജ് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഈ അടുത്തിടെയാണ് മല്ലിക സുകുമാരൻ തന്റെ അഭിനയ ജീവിതത്തിന്റെ 50-ാം വർഷം പൂർത്തിയാക്കിയത്. അതിന്റെ ഭാഗമായി കൗമുദി ചാനൽ മല്ലിക വസന്തം അറ്റ് 50 എന്ന പേരിൽ ഒരു ചടങ്ങ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടിയിൽ മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും അമ്മ മല്ലികയെക്കുറിച്ച് നടത്തിയ പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. തന്റെ വാക്കുകൾ മുഴുമിപ്പിക്കാനാകാതെ തൊണ്ടയിടറിക്കൊണ്ടാണ് പൃഥ്വിരാജ് പ്രസംഗം അവസാനിപ്പിച്ചത്. പൃഥ്വിരാജിന്റെ വാക്കുകൾ കേട്ട മല്ലികയുടെയും കണ്ണുകൾ നിറയുന്നതൊക്കെ വൈറൽ വീഡിയോയിൽ കാണാൻ സാധിക്കും. 14-ാം തീയതി ഒരു ഷൂട്ടിംഗ് ആവശ്യത്തിനായി US പോകേണ്ടതായിരുന്നുവെന്നും അതിനുള്ള കാര്യങ്ങളെല്ലാം നീക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ 16-ാം തീയതിയിലെ പരിപാടിയിലേക്ക് നീ ഉണ്ടാകില്ലേ എന്ന്. അമ്മ അത് ചോദിക്കുമ്പോഴും ആ യാത്രയുടെ വിസ തനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെന്നും അമ്മയായതുകൊണ്ട് പറയാൻ പറ്റില്ല. ജോ ബൈഡനെ വരെ നേരിട്ട് വിളിച്ച് സാറേ അവന്റെ വിസ ഇപ്പോൾ കൊടുക്കേണ്ടെന്ന് പറയുമെന്നും മിക്കവാറും അങ്ങനെ എന്തോ പണി അമ്മ ഒപ്പിച്ചിട്ടുണ്ടെന്നും പൃഥ്വിരാജ് തമാശയായി പറയുന്നുണ്ട്. എന്തു തന്നെയായാലും താനും ചേട്ടനും പരിപാടിക്കായി ഇവിടെ ഉണ്ടെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. സ്വന്തം തൊഴിൽ മേഖലയിൽ, അതും സിനിമ എന്നല്ല മറ്റേതൊരു മേഖലയിലായാലും 50 വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുകയെന്ന് പറഞ്ഞാൽ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന അത്യപൂർവമായ സംഭവമാണെന്നും സിനിമയിൽ പ്രത്യേകിച്ചും അപൂർവമായ സംഭവമാണെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. ഇന്ന് സിനിമയിൽ 2 ദശാബ്ദങ്ങൾ പിന്നിട്ട് നിൽക്കുന്ന തന്നെയും ചേട്ടനെയും പോലെയുള്ള പുതിയ ജനറേഷൻ ആളുകൾക്ക് 50 വർഷം എന്നാൽ എത്ര വലിയ അച്ചീവ്മെന്റ് ആണെന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പൃഥ്വിരാജ് പറയുന്നു. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയാവുന്നത് ഇടയിൽ ഒരു 1/4 നൂറ്റാണ്ട് അമ്മ സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നിരുന്നുവെന്നും വീട്ടമ്മ എന്ന നിലയിൽ കുടുംബവും കുട്ടികളും ഒക്കെ മാറുന്ന കാലമായിട്ട് കൂടിയും തിരിച്ചു വന്ന് ഒരു ഗംഭീര റീസ്റ്റാർട്ട് അമ്മയ്ക്കമ്മയുടെ കരിയറിൽ നൽകാനായി സാധിച്ചുവെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. ലോകത്ത് എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുമെന്ന് തനിക്കറിയില്ല എന്നും ഒരുപക്ഷെ താൻ മാത്രമായിരിക്കും അമ്മയ്ക്കൊപ്പം അഭിനയിക്കുകയും അമ്മയെ സംവിധാനം ചെയ്യുകയും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കുകയും ചെയ്ത ഏകമകനെന്നും അതിൽ താൻ അഭിമാനിക്കുന്നുണ്ടെന്നും പൃഥ്വിരാജ് പറയുന്നു. ചേട്ടൻ ഇന്ദ്രജിത്ത് പറഞ്ഞതുപോലെ അമ്മയ്ക്കൊപ്പം അഭിനയിക്കുമ്പോഴും അമ്മയെ സംവിധാനം ചെയ്യുമ്പോഴും മോണിറ്ററിൽ അമ്മയുടെ ഷോട്ടുകൾ വീണ്ടും വീണ്ടും കാണുമ്പോഴും അമ്മ തന്നെയാണ് കുടുംബത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റ് എന്നും തനിക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവുണ്ടെന്നും അമ്മയുടെ കഴിവിന് ഇനിയും കുറെ കാര്യങ്ങൾ അമ്മയ്ക്ക് സിനിമയിൽ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും അതിനപ്പുറം അമ്മ എന്ന ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയാനുള്ള വളർച്ചയൊന്നും താൻ എന്ന നടനില്ല എന്നും പൃഥ്വിരാജ് പറയുന്നു. അമ്മ എന്ന നിലയ്ക്ക് താൻ 41 വർഷമായി കാണുന്ന വ്യക്തിയാണ് മല്ലിക സുകുമാരനെന്നും താൻ കണ്ട ഏറ്റവും ധീരയായ സ്ത്രീയാണ് അമ്മയെന്നും അമ്മ കഴിഞ്ഞിട്ടേയുള്ളൂ തന്റെ ജീവിതത്തിൽ മറ്റൊരു ശക്തി എന്നും പൃഥ്വിരാജ് തുറന്നു പറയുന്നുണ്ട്. അച്ഛൻ സുകുമാരന്റെ മരണസമയത്തുണ്ടായ ഒരു സംഭവവും പൃഥ്വി സംസാരത്തിനിടയിൽ ഓർമ്മിച്ചു. അച്ഛൻ മരിച്ച് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ താനും ചേട്ടനും അച്ഛനൊപ്പം ആംബുലൻസിലായിരുന്നുവെന്നും അമ്മ ഒറ്റയ്ക്ക് മറ്റൊരു വണ്ടിയിലാണ് പോകുന്നതെന്നും പൃഥ്വിരാജ് ഓർക്കുന്നു. തനിക്ക് ചേട്ടനുണ്ട്, അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന് താൻ അന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ അമ്മ എന്തു ചെയ്തു എന്നതിനുത്തരമാണ് ഇന്ന് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇങ്ങനെ നിൽക്കുന്നതെന്നും തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞ് പൃഥ്വിരാജ് അവസാനിപ്പിച്ചു. അതേസമയം മല്ലിക വസന്തം അറ്റ് 50 എന്ന പരിപാടിയിൽ മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും മരുമക്കളായ സുപ്രിയയും പൂർണിമയും മല്ലികയുടെ സിനിമാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരുമെല്ലാം പങ്കെടുത്തിരുന്നു. മല്ലിക വസന്തം അറ്റ് 50 നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരില്ലേ എന്ന വേവലാതിയായിരുന്നു മല്ലികയ്ക്ക് ഉണ്ടായിരുന്നത്. മക്കൾ 2 പേരും തിരക്കുള്ള താരങ്ങളായതിനാൽ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ സ്ഥലത്തില്ലാതെ പോകുമോ എന്നതായിരുന്നു മല്ലിക സുകുമാരന്റെ ടെൻഷൻ. എന്നാൽ എല്ലാം മല്ലികയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ മക്കൾ 2 പേരും കുടുംബസമേതമാണ് വന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.